കോൺട്രാക്ട് മാരേജ് ഭാഗം 69 റൈറ്റൻ ബൈ റോസ്. ശിവനൊപ്പം അകത്തേക്ക് കയറുമ്പോൾ ഭദ്രയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. മോഹിക്കാൻ പോലും അർഹതയില്ലാത്ത ആളുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും തനിക്കിന്നൊരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും ഇടയിലും താൻ ഇന്നൊരു മകളാണ്. ഒരിക്കൽ ഒരു ഉടമ്പടിയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നൊരു ബന്ധം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ഓർക്കുമ്പോൾ, ആ സന്തോഷം അനുഭവിച്ചറിയുമ്പോൾ ഈ നിമിഷം അമ്മയെ കാണാൻ തോന്നുന്നു. അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാനും എന്തൊക്കെയോ സംസാരിക്കുവാനൊക്കെ ആഗ്രഹം തോന്നുന്നു. ഭദ്രേ, മോളെ ഇരിക്കേ. ചന്ദ്രിക തട്ടി വിളിച്ചതും ഭദ്ര പെട്ടെന്ന് ചുറ്റിനും നോക്കി. എന്തോ ആലോചിച്ച് അങ്ങനെ നിന്നതാണ്. ചുറ്റും ശിവേട്ടൻ്റെ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. തന്നെ മൊത്തത്തിൽ അളക്കമാണെന്ന് തോന്നുന്നു. മോളെ ഇരിക്കേ. ചന്ദ്രിക അവളെ പിടിച്ച് ശിവൻ്റെ അടുത്തേക്കിരുത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്നും മുറിയിൽ പോകണമെങ്കിൽ നേരം കുറേ പിടിക്കും. നടുവൊക്കെ കഴിച്ചിട്ട് വയ്യായിരുന്നു. രാവിലെ മുതൽ ഒരേ നിൽപ്പും ഇരിപ്പുമല്ലേ. അതിൻ്റെ കൂടെ തലയിലെ പൂവും ഉടുത്തിരിക്കുന്ന സാരിയും എല്ലാം കൂടി അവളാകെ ഒരു വശം കെട്ടിരുന്നു. കുറച്ചു നേരം കൂടി പിടിച്ചു നിന്നാൽ മതി. അത് കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് റൂമിലേക്ക് വലിയാം. ശിവൻ പാതിയെ അവളോട് പറഞ്ഞെന്നും ഭദ്ര മെല്ലെ തലയാട്ടി. എന്താ പേരും കൂടി പറയുന്നത്? ഞങ്ങളോട് കൂടി പറ. ശിവേട്ടൻ്റെ കുടുംബത്തിലെ ഏതോ ഒരു കുരിപ്പാണ്. എല്ലാവരും അവൾ പറയുന്നത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഭദ്രയ്ക്ക് പെട്ടെന്നാകെ വല്ലാതായി. ശിവനെ നോക്കിയപ്പോൾ ആളിതൊന്നും കാര്യമാക്കാതെ ഫോണിൽ നോക്കിയിരിക്കുവാണ്. തൻ്റെ ഫോണ് എവിടാണെന്ന് പോലും അറിയില്ല. റൂമിലുണ്ടാവും. അല്ലെങ്കിലും എല്ലാവരുടെയും ഇടയിലുള്ള ഈ ഇരിപ്പ് തന്നെ ഒരു അസ്വസ്ഥതയാണ്. ഇനി മധുരം കൊടുക്കാം. കൂട്ടത്തിൽ ആരോ പറഞ്ഞതും ഒരു ഗ്ലാസ് പായസവുമായി എത്തിയിരുന്നു. വായിലേക്ക് വെച്ച് തരുമ്പോൾ ഒന്ന് കുടിക്കാൻ പോലും തോന്നിയില്ല. വയറ് പൊട്ടുന്നത് വരെ ഓരോരുത്തരായി മാറി മാറി മധുരം കഴിപ്പിച്ചിട്ടാണ് ഒന്ന് അടങ്ങിയത്. അവസാനം പറയേണ്ടി വന്നു, ഇനി വേണ്ടെന്ന്. ശിവേട്ടൻ അതിനേക്കാൾ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ മിണ്ടാനൊക്കെ വന്നു. അവരോടൊക്കെ ഒന്നോ രണ്ടോ വാക്ക്, അല്ലെ ഒരു പുഞ്ചിരി, അതിൽ മറുപടി ഒതുക്കിയിരുന്നു. ഇനി രണ്ടുപേരും മുറിയിലേക്ക് പൊക്കോ. ഇനിയിപ്പോൾ രണ്ടുപേരും കുറച്ചു നേരം വിശ്രമിക്കുക. മോളാണെങ്കിൽ ആകെ ക്ഷീണിച്ചു. ചന്ദ്രിക അവളെ നോക്കി പറഞ്ഞതും ഭദ്ര പെട്ടെന്ന് ശിവനെ നോക്കി. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുറിയിൽ പോയാൽ മതിയെന്നേ ഉള്ളായിരുന്നു. കേൾക്കാൻ കാത്തിരുന്ന പോലെ രണ്ടുപേരും മുറിയിലേക്ക് പോകാൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ഹാ വിട്. അവനെ തള്ളി മാറ്റി ഓടി വന്ന് ബെഡിലേക്കിരുന്നവൾ. ശിവൻ അവളെ നോക്കിക്കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് അവൾക്കടുത്തേക്കിരുന്നു. അതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നേ. അവൻ അടുത്തേക്കിരുന്നതും അവൾ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ അടുത്തിരുന്നാൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോൾ തന്നെ നീ എന്നെ വേറെ കിടത്താൻ പോകുവാണോ? ശിവൻ കുറച്ചുകൂടി അവളോട് ചേർന്നിരുന്നിട്ടാണ് പറയുന്നത്. എൻ്റെ പൊന്നു മനുഷ്യ, രാവിലെ തൊട്ട് ഒരേ ഇരിപ്പും നിൽപ്പും കാരണം കാലിനും കൈക്കും നടുവിനുമൊക്കെ ഒടുക്കത്തെ വേദനയാണ്. എന്നെ കണ്ട് ഇനി ഒന്നിനും വയ്യ. അവൾ പറഞ്ഞത് കേട്ടവൻ ചിരിച്ചു. അവൾ എന്താ ഉദ്ദേശിച്ചതെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. പേടിക്കേണ്ട പെണ്ണെ, ഇന്നത്തേക്ക് ഞാൻ ഒന്നിനും വരില്ല. ശിവൻ ബെഡിലേക്ക് മലർന്ന് മുകളിലേക്ക് നോക്കിക്കിടന്നു. അവളൊന്നും മിണ്ടാതിരിക്കുവാണ്. പതിയെ തലചിരിച്ച് ഇടയ്ക്കവനെ നോക്കിയതും ചുണ്ടിൻ ഒരു ചെറു ചിരിയുമായി കിടക്കുന്ന ശിവനെയാണ് അവൾ കണ്ടത്. എന്താ ഒരു ചിരിയൊക്കെ? പിന്നെ ഞാനൊരു കല്യാണം കഴിച്ചല്ലേ. 1 വർഷം മുന്നേ പേപ്പറിലും ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് താലി കെട്ടിയും. ശിവേട്ടന് നല്ല സന്തോഷമുണ്ടല്ലേ? കൂടി നേരത്തെ കെട്ടണമെന്ന് ഉണ്ടായിരുന്നോ? നീ ആയിരുന്നിൽ അതും എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ആൾ ഇപ്പോഴല്ലേ എൻ്റെ അടുത്ത് വന്നത്. എന്നെ അത്രയ്ക്കിഷ്ടമാണോ ശിവേട്ടന്? ഒരുപാട്. ബെഡിലിരിക്കുന്ന അവളുടെ കൈയെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചൻ. ഇന്ന് നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷം തോന്നിയെന്നോ. ആദ്യമൊക്കെ നിൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങ് തന്നെ നടത്താൻ ആലോചിച്ചത്. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യം ഇന്ന് നടന്നില്ലായിരുന്നേൽ എനിക്ക് പിന്നീട് ഒരിക്കലും ഇതൊന്നും അനുഭവിക്കാൻ കഴിയില്ലായിരുന്നെന്ന്. നന്ദി. അവളുടെ ഉള്ളം കൈയെടുത്ത് അതിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞതും ഭദ്രയുടെ ഉള്ളമൊന്ന് തുടിച്ചു. സത്യം ഭദ്രേ, നീ വന്നത് മുതൽ എനിക്ക് അന്യമായിരുന്ന പലതും ഞാൻ ഇന്ന് അറിയുന്നു. അതിൽ ആനന്ദിക്കുന്നു. അവളെ വലിച്ച് അവനടുത്തേക്ക് കിടത്തി. ഭദ്ര ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് കിടന്നു. അവളും ആ നിമിഷം അതാഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരും ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. അതെ, ശിവേട്ടൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഇങ്ങനെയൊരു ദിവസം. ആകെയുള്ള മകൻ്റെ ജീവിതമല്ലേ, അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് തോന്നിയിടത്ത് നിന്ന് നമ്മൾ ഇങ്ങനെയൊരു കാര്യം നടത്തി കാണിച്ചു കൊടുത്തത്. നമ്മളല്ല, നീ. അങ്ങനെ വേണം പറയാൻ. പൂർണ്ണമായും നമ്മളൊന്നാവാൻ നിനക്ക് ഞാൻ കെട്ടിത്തരുന്ന താലി വേണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഈ നാടും നാട്ടുകാരും മുഴുവൻ
നീ എല്ലാ അവകാശത്തോടെയും എൻ്റെ ഭാര്യയാകുന്നത് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? നിൻ്റെ ഒരാളുടെ താല്പര്യം കൊണ്ടല്ലേ? അതിന് എനിക്കൊപ്പം ശിവേട്ടൻ നിന്നില്ലേ? അത് മതി, അത് മാത്രം മതി. അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവൾ മറുപടി പറഞ്ഞു. ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ടടി ഈ വിധിയിലൊക്കെ. അല്ലേൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇനി മുന്നോട്ട് എങ്ങനെയെന്നറിയാതെ പകച്ചു നിന്നവളുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ കൊണ്ടുതന്ന വെളിച്ചമാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ. എൻ്റെ പ്രാണവായു, എൻ്റെ ജീവൻ, എൻ്റെ ആദ്യ പ്രണയം. അവനെ ഇറുകിപ്പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. എത്ര വട്ടം അവളിൽ നിന്ന് കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന കാര്യം. എനിക്കറിയില്ല ശിവേട്ട എന്തു പറയണമെന്ന്. എങ്ങനെ പറഞ്ഞു ഞാൻ? അവളുടെ തൊണ്ടയിടറി. അത്ര സന്തോഷത്തിൽ നിൽക്കുമ്പോഴും കഴിഞ്ഞു പോയതൊന്നും മറക്കാനും അവൾക്ക് കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് കടന്നു വന്ന വഴികൾ ഇപ്പോഴും കൺമുന്നിലുണ്ട്. അവൻ്റെ മുന്നിൽ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി കെട്ടിവെക്കാനുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം കുറച്ചു നാളത്തേക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്ന ഒരുവളുടെ മുഖം. കരഞ്ഞു വീർത്ത കണ്ണുകളും അമ്മയുടെ അവസ്ഥയിൽ തളർന്നു വീണു പോകാവുന്ന ശരീരവുമായി അവന് മുന്നിൽ നിന്ന് കാശിനു വേണ്ടി യാചിക്കുമ്പോൾ മനസ്സിൽ അമ്മ മാത്രമായിരുന്നു, അമ്മയുടെ ജീവൻ മാത്രമായിരുന്നു വലുത്. അതിനുവേണ്ടി തനിക്ക് വേണ്ട ലക്ഷ്യങ്ങൾക്ക് പകരം കൊടുക്കാൻ ഈ ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുമ്പോൾ നാളെ തൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് ആ നിമിഷം ആലോചിച്ചിരുന്നില്ല. അല്ലെങ്കിലും തനിക്ക് മാത്രമായി ഒരു ജീവിതമില്ലായിരുന്നു. അമ്മയേക്കാൾ വലുതല്ലായിരുന്നു ഭദ്രയ്ക്ക് മറ്റൊന്നും. ഒരു ജീവൻ തന്നതും ജീവിക്കാൻ കൈപിടിച്ച് കൂടെ നിന്നതും ഒടുക്കം സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെപ്പിച്ചതും അമ്മയായിരുന്നു. അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, എന്ത് സ്വപ്നം? മുന്നിൽ അമ്മ മാത്രമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ശിവേട്ടന് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷേ അവിടെയാണ് താൻ തകർന്നു പോയത്. അമ്മയുടെ ജീവൻ്റെ വിലയായ പണം കൊണ്ട് വന്നപ്പോൾ ഒരു വാക്കുപോലും പറയാതെ ഈ ലോകത്ത് എന്നെ തനിച്ചാക്കി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എന്നെ വിട്ടു പോയി. ആ നിമിഷം തോന്നിയിരുന്നു ഇനി ഈ കുരുക്കിൽ നിന്ന് ഓടിപ്പോരാൻ എളുപ്പമല്ലെന്ന്. അർജുനും വീണയും കൂടെ നിന്നപ്പോഴും ആ ഒപ്പിന് എൻ്റെ ജീവൻ്റെ വിലയുണ്ടെന്ന്. എല്ലാം എനിക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. ആദ്യമൊക്കെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ നിവർത്തികേടുകൊണ്ട് നിന്നതാണ്. ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് ആ ആൾ ഇല്ലാതായതോടെ മറ്റെല്ലാം മടുപ്പായിരുന്നു. എങ്ങനെയും ശിവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിയാൻ നോക്കിയപ്പോൾ എല്ലാം ഈ ഒപ്പ് ഒരു വില്ലനായി മുന്നിൽ നിന്നു. എല്ലാം പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. എത്ര പെട്ടെന്ന്! ആദ്യം ഒരുപാട് വെറുത്തവനെ ഇടയ്ക്കെപ്പോഴും ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. അവസാനം പരസ്പരം അതൊരു പ്രണയമായി. ഇനി ഒരിക്കലും വേർപിരിയാൻ കഴിയില്ലെന്ന് തോന്നിയ നിമിഷം പരസ്പരം സ്നേഹിച്ചു തുടങ്ങി. ഇതൊന്നും ഒരിക്കലും നടക്കുമെന്ന് കരുതിയ കാര്യങ്ങളല്ല. താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ മനുഷ്യൻ തിരികെ സ്നേഹിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അതിനുള്ള അർഹതയും തനിക്കില്ലായിരുന്നു. ഒരുമിച്ച് തുടങ്ങിയ യാത്ര അത്ര സുഖമുള്ളതായിരുന്നില്ലല്ലോ. ഇടയ്ക്ക് ഒരുപാട് വേദനകളും മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടും തളർന്നില്ല. അതൊക്കെ ഞങ്ങളുടെ ബന്ധത്തെ വളർത്തിയതേയുള്ളൂ. 1 വർഷത്തെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചപ്പോൾ ഈ മനുഷ്യൻ എനിക്കെന്നെന്നും സ്വന്തമായി കഴിഞ്ഞിരുന്നു. ആരൊക്കെയോ വേർപിരിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. വിധി ഇതായിരിക്കും. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഓർക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ. അല്ല, ഇതൊക്കെ ദൈവം മുൻകൂട്ടി എഴുതി വെച്ചതായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്രയുമൊക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്നത്? അതെ, ഇങ്ങനെ കിടന്നാൽ മതിയോ? ഈ സാരിയൊക്കെ മാറണ്ടേ? വേണം. ആദ്യമൊന്ന് കുളിക്കണം. കിടന്നാൽ പിന്നെ എഴുന്നേൽക്കുമെന്ന് തോന്നില്ലേ ഇന്നിനി? വേണ്ട, ഒന്ന് നല്ലോണം ഉറങ്ങിക്കോ. ഈ ക്ഷീണം കൊണ്ടാ റിസപ്ഷൻ ഇന്ന് വേണ്ടത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. എനിക്കും ഒന്ന് ഉറങ്ങണം. നീ 2 ദിവസമായി അപ്പുറത്തായിരുന്നുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല ശരിക്കും. ആ പേരും പറഞ്ഞ് ഫോൺ വിളിച്ചാൽ വെക്കുമോ? അവനൊരു വളിച്ചു ചിരിച്ചു. അവൾ പറഞ്ഞത് നേരാണ്. അവളെ കാണാതെ, അവളുടെ സംസാരം, ചിരി ഇതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഈ മുറിയിൽ വല്ലാതെ ശ്വാസം മുട്ടിപ്പോയി. ഇങ്ങനെയൊരു സാഹചര്യം കൊണ്ട് മാത്രമാണ്. അതും അവളും കൂടെ നിർബന്ധം പറഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അവളെ മാറ്റി നിർത്തില്ലായിരുന്നു. അവളെ മാറ്റി നിർത്താൻ പോയിട്ട് കുറച്ചു നേരം കാണാതെ ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയും ഇഷ്ടവും സ്നേഹവും അവളോട് എനിക്കുണ്ട്. ഇനി ഒന്നിനും അവളെ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. അവൻ ഏതോ ഒരുത്തി കെട്ടിയതിന് ഇവിടെയുള്ളവർക്കാണല്ലോ സമാധാനമില്ലാത്തത്. രാജി ഫോൺ വെച്ചിട്ട് ദേഷ്യത്തോടെ സ്വയം പറഞ്ഞു. സോഫയിലിരുന്ന് ഫോൺ നോക്കുന്നവൾ അത് കേട്ടെങ്കിലും ഒന്നും ചോദിക്കാൻ പോയില്ല. ചോദിച്ചാലും കേൾക്കുന്ന ഒന്നും അത്ര സുഖമുള്ള കാര്യങ്ങളായിരിക്കില്ലെന്ന് അവൾക്കറിയാം. എല്ലാം കൊണ്ടും ആകെ മനസ്സ് തകർന്നിരിക്കുവാണ്.
ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഉള്ളിൽ നീറിപ്പുകയുകയാണ്. പറഞ്ഞു കഴിഞ്ഞാണ് അവിടെ ഇരിക്കുന്ന ധന്യയെ രാജീവ് ശ്രദ്ധിച്ചത്. അവളുടെ മുഖത്ത് എന്തേലും ഭാവമുണ്ടോ എന്ന് നോക്കി രാജീവ്. ഇല്ല. പക്ഷേ അവർക്കറിയാം അവളുടെ ഉള്ളിൽ നല്ല വിഷമമാണെന്ന്. കല്യാണം നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ മുതൽ അവൾ ഇങ്ങനെയാണ്. ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ. ഒരു കണക്കിന് അത് നന്നായി. അല്ലെങ്കിൽ അവളുടെ സങ്കടം കൂടി കണ്ട് ആകെ കൂടി പ്രാന്തായേനെ. ദീപുവാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഒന്നിനും ഇല്ലെന്ന് ഉറപ്പിച്ചതാണ്. വയ്യ, അത്രത്തോളം ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. രാജി സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി.